ഗെയിമിംഗ് ഗൈസ്. അപ്പം വീണ്ടും അല്ല, ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ DLS ആയിട്ട്, ഡ്രീം ലീഗ് ആയിട്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാനലായ ഫിലിം ഫ്യൂച്ചർ എന്ന ചാനൽ നിങ്ങൾ നല്ല ഇതാണെന്നുണ്ടായിരുന്നു. ഇപ്പോൾ 127 സബ്ബായിട്ടുണ്ട്. ആ സപ്പോർട്ടിൻ്റെ വളരെ നന്ദിയുണ്ട്. ഇതും അതുപോലെ തന്നെ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഇനി ഒരു 1K അടുപ്പിക്കണം. കാരണം നിങ്ങളാണ് എല്ലാം. നിങ്ങൾ വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഇതിന് ഇപ്പോൾ 10 സബ്ബാണ് ആയേക്കണേ. ഇനി കുറച്ചുകൂടി സബ്ബ് ചെയ്യണം ഗൈസ്. നിങ്ങൾ മനസ്സ് വെച്ചാലേ ഗൈസ് നടക്കുള്ളൂ ഗൈസ്. 40 സെക്കൻഡ് മിനിറ്റ് ആണ്ട് ഗൈസ്. ഇതിൽ മിനിറ്റ് സെക്കൻഡ് ഒന്നും വലിയ കാര്യമില്ല ഗൈസ്. ഓക്കെ ഗോൾ ഗൈസ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് കളിക്കണേ. അതാണ് ഗൈസ്. വൈഫൈൻ്റെ പിന്നെ ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്. ചക്ക ഇതാണ് അവർ ലോങ് അടിക്കാൻ നോക്കണം ഗൈസ്. ഓക്കെ നൈസായിട്ട് പാടുണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോയി അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. പക്ഷെ നമ്മളത് സാങ്കേതിക തടസ്സമൊന്നും ഉണ്ടായില്ല. നമ്മൾ വെറുതെ കളഞ്ഞു ഗൈസ്. നമ്മൾ വെറുതെ കൊണ്ടുപോയി കാട്ടിക്കളഞ്ഞു. മെസ്സി, റാഷ്ഫോർഡ്. സത്യമായി പേര് പ്രോണസ് അറിഞ്ഞു ഗൈസ്. ഓക്കെ സണ്ണിൻ്റെ അടുത്ത് വിനീഷ്യസ്, വിനി. ഓക്കെ വിനി പോയിട്ട് അരമണിക്കൂർ കണ്ട് വിനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിനി. ഓക്കെ ബാക്ക് ടു വിനി. അങ്ങനെ നമ്മുടെ റൈറ്റ് കോർണറോട്ട് കണ്ടിട്ടുണ്ട്, അടിയിലോട്ട്. നല്ല സൂപ്പറാണ് സത്യമായി, എനിക്കിഷ്ടമായി ഗൈസ്. ഓക്കെ എനിക്ക് തോന്നുന്നു കളിക്കാനായിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ടീമൊക്കെ നല്ലതാണ്. എന്നെക്കാളും ടീമാണ് ഗൈസ്. പക്ഷെ കളിക്കായിരുന്നു അവിടെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ടീമൊക്കെ ലെവറായിരിക്കും ഗൈസ്. പക്ഷെ കളിക്കാറുണ്ട് എൻ്റെ ഇപ്പോൾ തന്നെ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊക്കെ മതി ഗൈസ്. പിന്നെ നമ്മൾ റോഡ് ടു 50 സബ്സാണ്. എന്തായാലും സബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ടാർഗറ്റ് 50 ലൈക്സാണ്. എന്തായാലും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അത് ചെയ്യുക ഗൈസ്. വെറുതെ നമുക്ക് ആ സബ് അങ്ങോട്ട് നോക്കിയിട്ട് ബെല്ലൈക്കണം അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക ഗൈസ്. അത്രേ ഉള്ളൂ. ഒരു പണിയില്ല ഗൈസ്. നിങ്ങൾക്ക് തന്നെ പറയണം ഗൈസ്. ഒരു ബ്ലാക്ക് സ്ക്രീൻ ഇതിൽ ബാക്കിൽ എൻ്റെ ഗൈസ്. അപ്പോൾ നമുക്ക് എനിക്ക് ബോറടിക്കണേ അടിച്ച് വിട്ട് കണ്ടു ഗൈസ്. പക്ഷെ നല്ല ലൈക്ക് സബ് ഗൈസ്. അത്രേ ഉള്ളൂ. ഞാൻ അടിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് കളയണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം ഗൈസ്. പക്ഷെ ആ സബും ഒരു ലൈക്കൊക്കെ ഒന്ന് ചെയ്തു ഗൈസ്. അത് ചെയ്തിട്ട് നിങ്ങൾ സ്കിപ്പ് പോകും. എന്തെങ്കിലും വിളിച്ചത് പ്ലീസ്. ഓക്കെ എന്നിട്ട് ശിവന്മാർ എന്ത് ചെയ്യാനാണ് ഗൈസ്? നമ്മളെന്ത് അവന്മാർക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്. ഓക്കെ ബെലിംഗാം ഗൈസ്. ഇപ്പോൾ 2-0 നിൽക്കണം ഗൈസ്. തോക്കാനാണ് സാധ്യത കൂടുതൽ ഗൈസ്. തോക്കൂല, ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞത് ഗൈസ്. തോക്കാനായിരിക്കും എന്താ ചെയ്യുക. ഓക്കെ നമ്മൾ സെൻറ്റർ ബാക്ക് സ്ട്രൈക്കിങ്ങോട്ട് ഇറങ്ങിയാണ്. മിക്ക സാധനം കുറച്ച് ചെറുതായിട്ടൊന്ന് മാറിപ്പോയാണ് ഗൈസ്. പറ്റും. ഓക്കെ 79 ഗൈസ്.
റാഷ്ഫോർഡ്. ഭാഗ്യം ബാക്കി കൊടുക്കൂ. അവരോടിക്കൂ. റാഷ്ഫോർഡിനെ കൂടെ വലിയ പ്രശ്നമല്ല. ക്ലീൻ ഷീറ്റ് ആയിട്ടില്ല. ഭാഗ്യം. അവന്മാർക്ക് അടിക്കാൻ അറിയില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ നേരത്തെ പറയുന്നതാണ് ഗൈസ്. മെസ്സി, ബെലിംഗാം, റൊണാൾഡോ അടിച്ചിട്ടുണ്ട്. റൊണാൾഡോ എടാ മണ്ടൻ. ഗൈസ് അവന്മാർക്ക് അടിക്കാൻ അറിയാതെ മനസ്സിലായിരിക്കും. അതാണ് ഗൈസ്. ക്ലീൻ ഷീറ്റ് എന്തായാലും അവന്മാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. +3 ആണ് ഗൈസ്. നടക്കൂല ഗൈസ്. ഒരു ഗോൾ അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീഷ്യസ് ആണ് ഇപ്പോൾ കളിയുടെ മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.